ഹായ് നമസ്കാരം. ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ജന്മാഷ്ടമിയോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രയുടെ വിശേഷങ്ങൾ കാണാം. ഘോഷയാത്ര ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തു നിന്നാണ്. അവിടെ നിന്നും പുറപ്പെട്ടിട്ട് ചില സ്ട്രീറ്റിലൂടെയൊക്കെ പോയിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കാണ് ഈ ഘോഷയാത്ര എത്തിച്ചേരുക. കേരളത്തിലെ കലാകാരന്മാരുടെ മേളത്തോടൊപ്പമായിരുന്നു ഘോഷയാത്ര പോയിരുന്നത്. ഈ ഘോഷയാത്രയിൽ ഏറ്റവും അധികം പങ്കെടുത്തത് മലയാളികൾ തന്നെയാണ്. ഡൽഹിയിൽ പഠിക്കാൻ വന്നവരും ജോലിക്ക് വന്നവരും ഇവിടെ സെറ്റിലായവരുമെല്ലാം ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇവർക്കൊക്കെ പുറകിലായിട്ടാണ് ഓരോ ഫ്ലോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തേത് ഒരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ്. വിളക്കൊക്കെ കത്തിച്ച് മാലയൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതു കഴിഞ്ഞു വന്ന ഫ്ലോട്ടാണിത്. കൃഷ്ണനും രാധയും കുതിരരഥത്തിൽ പോകുന്നതാണ് ഈ കാണുന്നത്. എല്ലാ ഫ്ലോട്ടുകളും പൂക്കൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലോട്ടുകളൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ ലോറികളിലൊന്നുമല്ല. ഇങ്ങനെ ഉന്തുവണ്ടിയിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ ഉന്തിയിട്ടാണ് ഈ ഫ്ലോട്ടുകൾ കൊണ്ടുപോകുന്നത്. വഴിയിലെ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ നിർത്തി മേളം കൊട്ടിയതിനു ശേഷമാണ് അവിടെ നിന്നും പോയത്. രാത്രിയായപ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ഫ്ലോട്ടുകളുടെയൊക്കെ ഭാവം മാറി വേറൊരു ഭംഗി തന്നെ ആ ഫ്ലോട്ടുകൾക്കൊക്കെ ലഭിച്ചു. ഏറ്റവും പുറകിലായിട്ടാണ് ഈ കോൽക്കളി സംഘമുള്ളത്. അവർക്ക് നേരെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് ഒപ്പം തന്നെ ഒരു ഉറി കൂടി അവിടെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. ആ സംഘത്തിലെ തന്നെ ഒരു രാധ വന്നിട്ട് ഈ ഉറി അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഈ ഒരു സംഘം അമ്പലം എത്തുന്നത് വരെ ഡാൻസ് കളിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ആ ഒരു ഭാഗത്തെ സ്ട്രീറ്റിൽ വെച്ചിട്ടാണ് ഈ ഉറിയടി നടത്തിയത്. ആ ഉറി കെട്ടിയ തടിക്കഷ്ണം പോർട്ടബിളാണ്. അതൊക്കെ ഏറ്റി നടക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അമ്പലം എത്തുന്നത് വരെ അവരത് ഏറ്റി നടക്കും. ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ രഥമൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. പൂവിൻ്റെ അലങ്കാരം കാണാതെ ഇപ്പോൾ ലൈറ്റിൻ്റെ അലങ്കാരം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കൃഷ്ണവിഗ്രഹത്തിൻ്റെ ഒപ്പം എല്ലാവരും നാമം ജപിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഇവിടേക്കാണ് ആ ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഘോഷയാത്ര അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിച്ചേരുന്നത്. ഘോഷയാത്ര എത്തിയതിനു ശേഷം രഥത്തിലിരുന്ന കൃഷ്ണൻ്റെയും രാധയുടെയും ഉറിയടിയാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു ഉറിയല്ല ഉണ്ടായിരുന്നത്, 2 ഉറി ഉണ്ടായിരുന്നു. ഒരു ഉറിയടി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഉറി കെട്ടുകയാണ് ചെയ്തത്. ഉറി പിടിച്ച ആൾ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷമാണ് കൃഷ്ണനും രാധയും ഉറി അടിച്ചത്. ഈ 2 ഉറിയടി കഴിഞ്ഞതോടുകൂടി ഘോഷയാത്ര സമാപിച്ചു. ഘോഷയാത്രയിൽ വേഷം കെട്ടിയ എല്ലാവർക്കും ചെറിയൊരു സ്വീറ്റ് ബോക്സും കൊടുത്തു. ഡൽഹി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.